ഈ പശ്ചിമേഷ്യൻ വിഷയമൊക്കെ കത്തി പടർന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സംഘപരിവാറിലെ വലിയ ഒരു വിദേശകാര്യ നയങ്ങളിൽ അഭിപ്രായം പറയുകയും വലിയ ആഴത്തിൽ ദർശനങ്ങൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ നമ്മുടെ TG മോഹൻദാസിനോളം കിടപിടിക്കുന്ന ഒരു മഹാനായ മനുഷ്യനാണ് നമ്മുടെ സന്ദീപ് വചസ്പതി. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ വളരെ വശ്യമനോഹരമായ വചസ്സിലൂടെ ഒരു അന്തർദേശീയ കാഴ്ചപ്പാട് പുറത്തു വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ അന്തർദേശീയ കാഴ്ചപ്പാട് നമുക്കൊന്ന് കേട്ടോളൂ. ഇന്നലെ വരെ ഇവിടെ സൗദി അറേബ്യയിൽ എന്തെങ്കിലും നാണം കെട്ട സംഭവം നടന്നാൽ, ഇറാനിൽ സംഭവം നടന്നാൽ മലയാളിക്ക് പ്രതികരിച്ചുകൂടാ. കാര്യം അന്നം തരുന്ന നാടാണ്. മറിച്ചിട്ട് സൗജന്യമായിട്ട് മലയാളിയോടെ എല്ലുമുറിയെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതാണ്. ഒരുത്തിന്റെ സൗജന്യമല്ല. മലയാളി ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഒരു ഗൾഫ് രാജ്യം ഉണ്ടാകാനും പോകുന്നില്ല. കഷ്ടപ്പെട്ട് മലയാളിയുടെ രക്തത്തിലും വിയർപ്പിലും ഉണ്ടായതാണ് ദുബായ് അടക്കമുള്ള നഗരങ്ങൾ. എൻ്റെ സന്ദീപ് വചസ്പതി, കേരളമുണ്ടാക്കിയത് ബംഗാളികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കേരളമുണ്ടാക്കിയത് ബംഗാളികളാണ്, ആധുനിക കേരളം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ബംഗാളികളും ആസാമികളും ബീഹാറികളുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇവിടുന്ന് കാശ് കിട്ടുന്നതുകൊണ്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്നു അവർ, എന്നിട്ട് അവരെ വീട്ടിൽ പോകുന്നു, അതിന് കാശ് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ, നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്ന 3-4 ആളുകൾ, ഈ വീടിങ്ങനെ ആക്കിയതിന് പിന്നിൽ എൻ്റെ അധ്വാനമാണ്, അതുകൊണ്ട് എന്നോട് കടപ്പെട്ടിരിക്കുന്നു, നീ ഈ വീട്ടിലെ മുതലാളി എന്നുള്ള നിലയിൽ വലിയ കൂടിയ വർത്തമാനമൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞാൽ വചസ്പതി ശരിയേ, സമ്മതിച്ചേ, അങ്ങാണേ ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞു കൊടുക്കുമോ? എന്തോ ഒരു വിവരക്കേടും വിവരദോഷവുമാണ് വചസ്പതി ഈ വിളമ്പി വെക്കുന്നത്. ഈ വിദ്വേഷം വിളമ്പി എല്ലാത്തിലും വിദ്വേഷം തിരികെ വിഷം കലർത്തുന്ന ഒരു വളരെ പരിഹാസ്യമായ ഒരു പതിപ്പല്ലേ ആ കേട്ടത്? മലയാളി പോയില്ലായിരുന്നെങ്കിൽ അവിടെ ഇത് വല്ലതും കാണുമോ എന്ന് പറയുന്ന കേട്ടാൽ തോന്നുക മലയാളികളെല്ലാം പോയത് അവിടെ നന്നാക്കാനും ആ രാജ്യം എങ്ങനെങ്കിലും ഒന്ന് നന്നാക്കിയെടുത്ത് ശരിയാക്കിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഇവിടെ വന്നിരുന്ന് പറയാൻ. ഞങ്ങളാണ് UAE ഇങ്ങനെ ആക്കിയത്, സൗദി അറേബ്യ അങ്ങനെ ആക്കിയത്, ഇങ്ങനെ ആക്കിയത് എന്ന് മാത്രമല്ല, ഈ പറച്ചിൽ കേട്ടാൽ തോന്നും ആദ്യമൊക്കെ ഇവിടുന്ന് മലയാളികൾ പോയത് എല്ലാ അറബികളും കൂടി ഈ കടലിൻ്റെ തീരത്ത് വന്ന് നിന്ന് ബൂഹൈ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചപ്പം നമ്മുടെ അറബിക്കടലിൻ്റെ തീരത്ത് നിന്ന മലയാളികളൊക്കെ അപ്പുറത്തേതോ അറബി വലിയ വിഷമത്തിൽ വിളിക്കുന്നു, ജീവൻ കളഞ്ഞു പോയി രക്ഷപ്പെടുത്താമെന്ന് എറിഞ്ഞ് പോയതാണെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ വചസ്പതി, ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന അഘോരികളുടെ പോലെ അല്ലെങ്കിൽ നടക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിൽ അവർ കപ്പലിനകത്ത് കമന്ന് കിടന്നും എഴഞ്ഞും മുട്ടിലഴഞ്ഞും ഒക്കെ അവിടെ ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരയിൽ ജീവിക്കാനുള്ള വകയും മാർഗവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ പോയവരെല്ലാം ബാക്കിയുള്ളവരെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴോ അവർക്ക് നല്ല ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചുകൊണ്ട് വെച്ച് കൊടുക്കാനും ചിലതൊക്കെ കുഴിച്ചിടാനും അവർക്ക് നല്ലപോലെ കാലും കൈയുമൊക്കെ തിരുമ്മി കൊടുക്കാനും പിന്നെ അവരുടെ വടി പോളിഷ് ചെയ്ത് കൊടുക്കാനും ഇങ്ങനെ കുത്തി നടക്കുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റുന്നവരാണ് എന്ന് കണ്ടപ്പം അവരും ഇച്ചിരി കാശൊക്കെ കൊടുത്തു. ആ കാശ് ഇവിടെ മാറിയപ്പോൾ ഒത്തിരി കാശ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു? കുറേ കൂടുതൽ ആളുകൾ അവിടെ പോയി അവിടെയും വളർന്നു, നമ്മളും വളർന്നു. അതിന് പ്രത്യേകിച്ച് കയ്യും കണക്കും ഇതുപോലത്തെ വൃത്തികേടും ഒന്നും പറയേണ്ട കാര്യമില്ല വചസ്പതി. ഇത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളക്കൊടുക്കകളിലൂടെയാണ് ജീവിക്കുന്നത്. അതിന് ഈ ന്യായം ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ അങ്ങനെ ന്യായം പറഞ്ഞാൽ ബംഗാളിയാണ് നമ്മളെ ഉണ്ടാക്കിയതെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവിടെ പത്രി അടിക്കുന്നത് ബംഗാളിയാണ്. 5-6 ബംഗാളികൾ പറയുക ഞങ്ങൾ ചെന്നില്ലെങ്കിൽ മലയാളികളെല്ലാവരും മണ്ണ് വാരി തിന്നേനെ എന്ന് പറഞ്ഞാൽ വല്ല ന്യായമുണ്ടോ? പിന്നെ എവിടെ എല്ലാവരും പണിക്ക് പോകുന്നത്? വചസ്പതി വിചാരിച്ചേക്കുന്നത് എന്തുവാ? എല്ലാവരും പണിക്ക് പോകുന്നത് എവിടെ? വല്ലോ ഉള്ളവൻ്റെ വീട്ടിലാണ്. ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പട്ടിണിക്കാരൻ്റെ വീട്ടിൽ വല്ലവരും പണിക്ക് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? പണിക്ക് നിൽക്കുന്നത് മുതലുള്ളവൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് മുതലാളുന്നവനെ മുതലാളി എന്ന് വിളിക്കുന്നത്. അവിടെ പണിക്ക് ചെല്ലുന്നവൻ പണിയാളി എന്ന് വിളിക്കും. പിന്നെ ഇവർക്കിടയിൽ രണ്ടുപേരും മനുഷ്യരാണെന്നുള്ള ദർശനമുണ്ട്, രണ്ടുപേരും കഷ്ടപ്പെടുന്നവരാണെന്നുള്ള ദർശനമുണ്ട്, രണ്ടുപേരും ജനിച്ചത് ഒരുപോലെയാണെന്നുള്ള തുല്യതയുടെ ദർശനമുണ്ട്, രണ്ടുപേരും മരിച്ചു പോകുന്നത് ഒരുപോലെയാണെന്നുള്ള തുല്യതയുടെ ദർശനമെല്ലാം ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഈ തള്ളി സാക്ഷാൽ വചസ്പതി ഇങ്ങനെ അങ്ങ് തള്ളിയാലോ?
ഇവിടുന്ന് മലയാളി പോയില്ലായിരുന്നേ കാണാമായിരുന്നു. എടാ ഇതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വചസ്പതി ഇവിടെ ഇരുന്ന് പറയും, ചന്ദ്രൻ കണ്ടോ അങ്ങനെ നിൽക്കുന്നത്? ആ ചന്ദ്രൻ എന്താ അങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം? ഇവിടെ നിന്ന് കുറച്ച് മലയാളികൾ താഴെ നിന്ന് മേളിലോട്ട് ചന്ദ്രനെ നോക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ അവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ചന്ദ്രൻ എന്നേ കടലിൽ വീണ് തകർന്ന് നാശമായി പോയേനെ. ചന്ദ്രോ, ചന്ദ്രാ. ഭയങ്കര രസമുള്ള കമൻറ്റാണ്. ഇതിനങ്ങ് തള്ളുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവിടുത്തെ അറബികളാരും ഇവിടെ വിളിച്ചേച്ച് പറയുന്നില്ല ഞങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നതെന്നൊന്നും അവർ പറയുന്നില്ല. അവർ പണിയെടുപ്പിക്കുന്നു, അതിൻ്റെ കൂലി കൊടുക്കുന്നു. ഇവിടെ കൊടുക്കുമ്പോൾ കൂടുതൽ കാശ് കിട്ടുന്നു. അവിടെ ഇത് മോഡിജി വന്നതിന് ശേഷം വലിയൊരു മെച്ചമുണ്ട്. ഇപ്പോൾ 94 രൂപ വരെ ആയി നമ്മുടെ ഡോളറിൻ്റെ വില. അതുകൊണ്ട് അവിടെ കിട്ടുന്നത് കൂടുതൽ കിട്ടും. ഇതിപ്പോൾ അവരെല്ലാവരെയും കൂടെ അങ്ങ് വിളിച്ചായിരുന്നെങ്കിൽ വചസ്പതിക്ക് പോലും പോസ്റ്റർ ഒട്ടിക്കാൻ ആരും കാണത്തില്ല. അവിടെ പോയി സുഖമായിട്ട് ജീവിച്ചേനെ. കുറേ മണ്ടന്മാർ ഈ വിദ്വേഷവും കേട്ടുകൊണ്ട് വായും പൊളന്ന് നടക്കുന്നതുകൊണ്ടാണ് വചസ്പതിയൊക്കെ നല്ല കുട്ടപ്പനായി ഒരുങ്ങിയിരുന്ന് നേതാവായിട്ടിരിക്കുന്നത്. എന്നിട്ട് തള്ളുക, മലയാളി അങ്ങോട്ട് തള്ളിക്കൊടുത്തോണ്ട് കൊള്ളാം എന്തായാലും.